എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ ഒട്ടും സമയം പാഴാക്കരുത്. പലരും സമയം പാഴാക്കുന്നത് ഒരാവശ്യവുമില്ലാത്ത ചില കാര്യങ്ങളിലാണ്. നമ്മൾ അനാവശ്യമായി സമയം പാഴാക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് ട്രൈയിങ് ടു പ്ലീസ് എവരി വൺ. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആരോടും ഒരു നോ പറയാൻ നമുക്ക് കഴിയില്ല. എപ്പോഴും അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്തെങ്കിലും തോന്നുമോ, അവർക്ക് വിഷമായോ എന്നൊക്കെയുള്ള രീതിയിൽ എപ്പോഴും മറ്റുള്ളവരെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണോ, എന്നെ അത് വിഷമിപ്പിക്കുന്നുണ്ടോ, എനിക്കത് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർക്ക് എന്ത് തോന്നും, അവരെന്തായിരിക്കും കരുതുന്നുണ്ടാവുക, അവരെന്നെ പറ്റി മോശമായി കരുതുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ എത്ര കണ്ട് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചാലും മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം മറ്റുള്ളവർ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി. അങ്ങനെയാണ്. ഒരു കുറ്റവും ഇല്ലാതെ ഒരു കുറവും ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ചുറ്റുമുള്ളവർ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ബിൽഡപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ പുതിയതായി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത വിധത്തിൽ ചെയ്യാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മൾ സമയം പാഴാക്കുന്ന ഒരു കാര്യമാണ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്നത്. എപ്പോഴും നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അയ്യോ, അവർ ഇത്ര ഏജ് ആകുമ്പോഴേക്കും ഇന്നതൊക്കെ അച്ചീവ് ചെയ്തു, എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അത്രയും എത്തിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ സമയം വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ കുറച്ചധികം സമയം ചിലപ്പോൾ എടുത്തുവെന്ന് വരും. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ എത്തി, എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുകയൊന്നും ആവശ്യമില്ല. നമ്മൾ പതുക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ ലൈഫ് നല്ല രീതിയിലാണോ ഇപ്പോൾ പോകുന്നത് എന്ന് നോക്കുക. അതിനേക്കാൾ താണ രീതിയിലാവാതിരിക്കാൻ ശ്രമിക്കുക. പഴയ നമ്മളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തുക. പിന്നെ നമ്മൾ സമയം പാഴാക്കുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് ഇൻ സ്മോൾ ഡിസിഷൻസ്. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പോലും ഒരുപാട് ആലോചിച്ചിട്ട് അതിൻ്റെ ആ വശം ഈ വശമൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ മോശം വശങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനെ നേരിടാൻ കഴിയും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് വളരെ മോശമായി തോന്നുന്നത് അല്ലെങ്കിൽ തെറ്റായി തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല. ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മളിത് ആലോചിക്കുമ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായിരുന്നു, എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ വിഷമിച്ചത്, എന്തിനാണ് ഇത്രയൊക്കെ ആലോചിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ, ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് സമയം കളയാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വലിയ കാര്യമായി തോന്നുന്ന പല കാര്യങ്ങളും കുറേ കഴിയുമ്പോൾ നമ്മൾ ഓർത്ത് ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ നമ്മൾ സമയം പാഴാക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൂമെൻറ്റ്. ഈ കാര്യങ്ങളെല്ലാം ശരിയായി വന്നില്ല, ഇത്രയും ക്യാപിറ്റൽ നമുക്ക് കിട്ടിയില്ല, എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നിട്ട് അങ്ങനെ ഒരു കറക്റ്റ് സമയമൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മെസ്സി ആയിട്ട് തന്നെ വളരെ മോശം രീതിയിൽ അങ്ങനെ ഒട്ടും അടുക്കും ചിട്ട ഇല്ലാതായിട്ടാണെങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും തുടങ്ങാനായിരിക്കും പേടിയുണ്ടായിരിക്കുക. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അത് അതിൻ്റെ സ്ഥലത്ത് തന്നെ വന്നിട്ട് ചേർന്നോളും. അപ്പോൾ എപ്പോഴും അത് തുടങ്ങാനുള്ള പേടി കൊണ്ടാണ് നമ്മൾ കറക്റ്റ് സമയമായിട്ടില്ല അങ്ങനെ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിച്ച അത്ര പണം നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര ആളുകൾ ഇതിനോട് ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ കരുതിയിട്ട് പല എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തും. അതിൻ്റെ കാരണം നമുക്കിത് തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ നിന്ന് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ തെറ്റുകൾ തിരുത്തി അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും കാത്ത് സമയം പാഴാക്കേണ്ടതില്ല. നമുക്കത് മെസ്സിയായിട്ട് തന്നെ നമുക്കത് തുടങ്ങാൻ സാധിക്കും. പിന്നെ നമ്മൾ സമയം പാഴാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഒരിക്കലും മനസ്സിലാക്കാത്ത ആളുകളോട് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒരുപാട് സമയം പാഴാക്കി കളയുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവരെന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, അല്ലാതെ നമ്മളെ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ആളുകളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് നമുക്ക് ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും, നമ്മുടെ പാർട്ട്ണറായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം. അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യൂ പോയിന്റിൽ ഒരു കാര്യത്തെ കാണാൻ അവർക്ക് ചിലപ്പോൾ കഴിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ മനസ്സിലാക്കി അവരുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ
കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടേക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിനെ എല്ലാവരും അപ്രൂവ് ചെയ്യണമെന്നും എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് ഇതാണ് ഉദ്ദേശിച്ചത്, ഓക്കെ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയണം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാകുന്ന ആളുകളോട് സംസാരിക്കുക, അവരോട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത ആളുകൾ അവരെത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അത് വിട്ട് കളയുക. പിന്നെ നമ്മൾ സമയം പാഴാക്കുന്ന മറ്റൊരു സംഭവമാണ്, എവിടെയെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ തമ്മിൽ ചിലർ വെറുതെ വഴക്കുണ്ടാക്കി കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ വഴക്കുകളും ഇല്ലാതാക്കാൻ, അവരെ യോജിപ്പിക്കാൻ, രമ്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു പീസ് സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പീസ് മേക്കറായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക, കാര്യങ്ങൾ രമ്യതയിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. ശത്രുത ഇല്ലാതാക്കുക എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ കണ്ണിൽ നിങ്ങൾ രണ്ട് സൈഡും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഇരയോടൊപ്പം പോകുന്നു, വേട്ടക്കാരൻ്റെ ഒപ്പം പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. നിങ്ങളെ ഒരു വില കുറഞ്ഞ ആളായിട്ടായിരിക്കും അവർ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ല.